പാട്ട് പാടലും കേൾക്കലും വിധി എന്താണ്? നിഷിദ്ധമാണെങ്കിൽ ഒഴിവാക്കാനുള്ള വഴി പറഞ്ഞു തരുമോ? ഒരു സുഹൃത്തിൻ്റെ ചോദ്യമാണ്. രണ്ടാമത്തൊരു ചോദ്യം കൂടെ, കോളേജിലെ ആർട്സ് ഡേക്ക് ഡാൻസ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ? എത്രത്തോളം നമ്മൾക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. പാട്ട് എന്നുള്ളതിൽ എന്ത് തെറ്റാണുള്ളത്? പാട്ട് പാടാം. പാട്ട് ആശയപരമായി എന്താ വെച്ചാൽ അശ്ലീലങ്ങളൊക്കെ നിറഞ്ഞ പാട്ടാണെങ്കിൽ എന്തായിരുന്നാലും അശ്ലീലങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ പാട്ടായാലും കഥയായിരുന്നാലും ലേഖനമായിരുന്നാലും അശ്ലീലങ്ങൾ പാടില്ല. പാട്ട് നല്ല പാട്ടുകൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്നതോ തെറ്റല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലെ സ്വഹാബികളെ കവിത എഴുതാനും കവിതയെ മറുപടി പറയാനൊക്കെ ശത്രുക്ക് മറുപടി പറയാനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം. മാത്രമല്ല ഇസ്ലാമിൽ എത്രയോ കാര്യങ്ങൾ, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ പദ്യങ്ങളായി കവിതകളായി എത്രയോ ആളുകൾ രചിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കാറുണ്ട്, പാടാറുണ്ട്, പറയാറുണ്ട്. ഇസ്ലാമിൽ തെറ്റല്ല. ഒരു പക്ഷേ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൽ വന്ന അബദ്ധമാണ്. മ്യൂസിക് ആണെങ്കിൽ ഓക്കെ, മ്യൂസിക് എന്തല്ല ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം വ്യക്തമായ ഹദീസിലൂടെ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഇപ്പോൾ വ്യഭിചാരം തെറ്റാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും മ്യൂസിക്കിൽ എന്താണ് തെറ്റുള്ളത് എന്ന് സ്വാഭാവികമായി ചിന്തിക്കാം. മ്യൂസിക്കിൽ എന്താണ് തെറ്റുള്ളത് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ല. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഫ് കോണിന് വന്നു, അപ്പോൾ ഒരു നല്ല തീരുമാനത്തിന് നിസ്കാരമൊക്കെ നിസ്കരിച്ചൊക്കെ ശരിയാകാം, ദീനിയായ കാര്യങ്ങൾ കേൾക്കാം, റേഡിയോ കേൾക്കാം, നല്ലൊരു മനുഷ്യനായി നല്ല കൂട്ടുകാരോടൊപ്പം ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ പോലും ഒരു പക്ഷെ നിങ്ങൾക്ക് നിർത്താൻ ശ്രമിച്ചാൽ പ്രയാസമായി തോന്നുന്നൊരു കാര്യമായിരിക്കും നിങ്ങൾ സ്ഥിരമായി മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് നിർത്തൽ. അതൊരു അഡിക്ഷനാണ്. അത് ശരിക്കും ഒരു അഡിക്ഷനാണ്. അപ്പോൾ ആ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു തരിപ്പാണ്, ആ ഒരു ലഹരിയാണ്. തൽക്കാലം നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും പ്രധാനം. മനസ്സിൻ്റെ അസ്വസ്ഥതകളും വ്യാകുലതകളൊക്കെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ മരവിച്ച് കിടന്നാൽ ഒരു സുഖമാണ്. അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ കേൾക്കാനുള്ള ശ്രമം നിർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അസ്വസ്ഥത തുടങ്ങും. അപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ട് മണിക്കൂർ കണക്കിനാണ് വെഹിക്കിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും അതേപോലെ തന്നെ ജോലി ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മ്യൂസിക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്നതാണ്, മാനസികാവസ്ഥകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പക്ഷേ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല പാട്ടുകളാവണം. ഇപ്പോൾ നമ്മളെ തന്നെ പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും. നമ്മളൊക്കെ തന്നെ നമ്മുടെ സൈറ്റുകളിലൊക്കെ നല്ല നല്ല പാട്ടുകൾ, ഇസ്ലാമികമായ ഗാനങ്ങളൊക്കെ എഴുതുകയും പാടുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമല്ല. മ്യൂസിക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് ഇന്നത്തെ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ടൂറൊക്കെ പോകുന്ന ബസ്സുകളിലൊക്കെ ഉള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ ചെകിടൊക്കെ പൊട്ടി പോകുന്ന മ്യൂസിക്കാണ്. അതൊക്കെ അതിലൊക്കെ എന്ത് ആസ്വാദനമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എത്ര ആലോചിച്ചിട്ട് കിട്ടാത്ത കാര്യമാണ്. അതിലൊക്കെ നമുക്കൊരു ഒരു വലിയൊരു ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണിൽ ഒരു ആനന്ദം കണ്ടാൽ എന്താണ് ഇപ്പോൾ ആനന്ദത്തെക്കുറിച്ച് പറയാന്നുള്ളതാണ്. അതിനേക്കാളും ഭയാനകമാണ്. ടൂർ പോയ ഇതിൽ എസ്കോർട്ടായിട്ട് പോയിട്ട് ഒരു ടീച്ചർ പറയണമെന്ന് വെച്ചാൽ 3 പാരസെറ്റമോൾ കഴിച്ചിട്ട് എൻ്റെ തലവേദന മാറിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ചെക്കന്മാരിതൊക്കെ കേട്ട് നിൽക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നാണ് കൂടെ പോയ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ എത്രമാത്രം മാരകമാണ്. അതിലൊക്കെ ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ അതൊക്കെ പൈശാചികമാണെന്ന കാര്യത്തിൽ വേറെ ഒരു അന്വേഷണം ആവശ്യമില്ല എന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ വിട്ടു നിൽക്കേണ്ട കാര്യം. ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ രണ്ടാമത്തെ. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളിപ്പോൾ എല്ലാ ആളുകളുടെ പൊതു ക്യാമ്പസുകളിൽ എന്തെല്ലാം ഉണ്ടാവും? എവിടെ ചെല്ലുമ്പോൾ ക്യാമ്പസിൽ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തുണ്ടാവും, ടൗണിൽ പോയാൽ അങ്ങാടി പോയാൽ എന്തൊക്കെ ഉണ്ടാവും, എവിടെ എയർപോർട്ടിൽ പോയാൽ എന്തൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ പാലിക്കേണ്ട ഒരു വ്യതിരിക്തത ഉണ്ട്. അതൊക്കെ എന്തിനും അതിനിപ്പോൾ ഫത്വയും ചോദിക്കട്ടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതെനിക്ക് പറ്റുന്നതാണ്, ഇതെനിക്ക് പറ്റാത്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കലയെന്ന പേരിലോ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന പേരിലോ എന്തിൻ്റെ പേരിലായിരുന്നാലും നമ്മുടെ ഒരു പൊതുവേ ഒരു മുസ്ലിം പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കാം. നമുക്കൊക്കെ ആർട്സ് ഡേകളിലും സ്പോർട്സിലൊക്കെ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന, നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്ത് ഒരാൾക്ക് 2-3 ഐറ്റത്തിനൊക്കെ പങ്കെടുക്കാൻ പറ്റുക. അത് നമുക്ക് പറ്റാവുന്നത് പങ്കെടുത്ത് അതിലൊക്കെ നമ്മൾ പരമാവധി നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ഇൻവോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ദീനിനെയും കാത്തു സൂക്ഷിച്ചു കൊണ്ട് മാത്രം നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. 10, 28 ഒക്കെ വയസ്സല്ലേ, 22, 23 ഒക്കെ വയസ്സായിട്ടുള്ള വലിയ വലിയ ആൺകുട്ടികൾ, ഈ പെൺകുട്ടികളും എല്ലാവരും നിൽക്കുന്നതിന് മുന്നിൽ
വീട്ടിൽ പുഴുവും വസ്ത്രമൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു ആഭാസം എന്നല്ലാതെ അതിനെയൊക്കെ ആരെങ്കിലും കല എന്ന് വിളിക്കണമെങ്കിൽ എന്ത് കലയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സാംസ്കാരികമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, വെറുതെയുള്ള ആഭാസങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊരു മതം എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് വേണമെങ്കിലും ഒരു സംസ്കാരം എന്നുള്ള നിലക്ക് തന്നെ ചിന്തിച്ചാൽ തന്നെ ചിലതൊന്നും നമ്മുടെ മാന്യതക്കും നമ്മുടെ മാനുഷികതക്കും യോജിക്കാത്തതായിട്ട് നമ്മൾ കാണും. അതൊക്കെ നമ്മൾ വേർതിരിഞ്ഞ് വിവേചന ബുദ്ധിയോടുകൂടെ മാറി നിൽക്കുക എന്നുള്ളതാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്.